ഹലോ മോനെ. ഹലോ പാട്രിക് ചേട്ടാ. ചേട്ടാ നാളെയല്ലേ ഷൂട്ട്? ആടാ. ചേട്ടാ സ്ക്രിപ്റ്റ് എവിടെ? എടാ ചെയ്തോണ്ടിരിക്കാടാ. ചേട്ടാ സ്ക്രിപ്റ്റ് കിട്ടിയിരുന്നെങ്കിൽ ഇവിടെ ചാർട്ട് ചെയ്യായിരുന്നു. എടാ ഞാൻ ആ ഫൈനൽ ഡ്രാഫ്റ്റ് കൂടെ കഴിഞ്ഞിട്ടൊന്ന് അയച്ചാ പോരെ? എന്റെ പൊന്നി ചേട്ടാ ഒന്ന് പെട്ടെന്ന് അയക്കാൻ നോക്ക്. ഇത് എത്ര ദിവസമായിട്ട് ഞാൻ പറയുവാ. എടേ അയക്കാം, നീ ടെൻഷൻ ആവല്ലേ. ഒരു 30 മിനിറ്റാ. ചേട്ടൻ എത്രയും പെട്ടെന്ന് ഒന്ന് അയക്കാൻ നോക്ക്. ആ കിളവനോട് ഞാൻ എന്തേലും ഒന്ന് പറഞ്ഞ് ഒപ്പിച്ചു വെക്കാം. എന്നാ ശരി ചേട്ടാ. ആ ഇതിപ്പോ ഇവനാണോ ഡയറക്ടർ അതോ ഞാനാണോ? സ്ക്രിപ്റ്റ് എവിടെ? കൊണ്ടുവരാം. ഈ തൊലി എനിക്ക് ഓരോന്ന് എഴുതി കൂട്ടിയാൽ മതി. ഇത് ഓരോ ആഴ്ച എടുക്കുന്ന ഒരു മെനക്കേട്. എക്സ്ക്യൂസ് മീ, ഈ സീറ്റ് ടേക്കൺ ആണോ? അല്ല. താങ്ക് യു. അല്ല ഇവിടെ അവിടെ ഇവിടെയൊക്കെ സീറ്റ് ഫ്രീ ആണ്. അത് കുഴപ്പമില്ല, ഇവിടെ നല്ല വ്യൂ ആണ്. എവിടെയോ വേണ്ട. ഓക്കെ. ഡു യു റീഡ് ഓഫൺ? അങ്ങനെ ചോദിച്ചാ ആക്ച്വലി നോ. പിന്നെ ഇപ്പോൾ റീഡിങ് ഒരു ഹാബിറ്റ് ആക്കിയതുകൊണ്ട് റൂമിൽ നിന്ന് വായിക്കാൻ വലിയ മൂഡൊന്നുമില്ല. ഇവിടെ നല്ല ആംബിയൻസ് ആയതുകൊണ്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 5 ഡേയ്സേ ആയിട്ടുള്ളൂ. ദേ കഴിയാറേ. നൈസ്. പേരെന്താ? റാം കെയർ ഓഫ് ആനന്ദി. ഐ മീൻ യുവർ നെയിം. ഓ സോറി, ജൂൺ തെരേസ വർഗീസ്. ഓ ജൂൺ. എൻ്റെ പേര് പാട്രിക് എന്നല്ലേ? അയ്യോ അതെങ്ങനെ അറിയും? എനിക്കറിയാം. എന്നെ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? അയ്യോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ കുഴഞ്ഞു പോവും. നമ്മൾ ഒരേ കോളേജിലാണ് പഠിച്ചത്. എൻ്റെ ബാച്ചിലായിരുന്നു? അല്ല, ഞാൻ 3 years ജൂനിയർ ആയിരുന്നു. ഓ അപ്പോൾ എന്നെ ഓർത്തിരിക്കാൻ കാരണം? ഞാൻ ചേട്ടൻ്റെ ഷോർട്ട് ഫിലിംസ് ഒക്കെ കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേട്ടൻ്റെ വർക്ക്സ് ഒക്കെ. ഓ താങ്ക് യു. ആദ്യമായിട്ട് ഒരാൾ പൊക്കി പറയണേ. അപ്പോൾ ഞാൻ ആരാണെന്ന് മനസ്സിലായിട്ടാണോ ഇവിടെ വന്നിരുന്നത്? ആ, ഇതൊക്കെ ഒരു രസമല്ലേ. ജൂൺ എന്ത് ചെയ്യുക? ഞാനിപ്പോൾ IELTS പ്രിപ്പയർ ചെയ്യാം. ഓക്കെ നൈസ്. നൈസ് ടു മീറ്റിംഗ് യു. യാ സെയിം. ഡോ എനിക്ക് കുറച്ച് തിരക്കുണ്ട്, നമുക്ക് പിന്നെ കാണാം. യാ ഷുവർ. ചായ തണുത്തു, കുഴപ്പമില്ല. ബൈ. സീ യു. സീ യു. പിന്നെ നാളെ അല്ല ഉച്ചയ്ക്ക് നീ സ്റ്റുഡിയോയിൽ വരണം. ഡബിങ് ഉണ്ട് കേട്ടോ. വന്നേക്കാം. താമസിക്കില്ലേ? ഓക്കെ ബൈ.
റിക്വസ്റ്റ് അയച്ചില്ല. ഫോളോ എടുത്തേക്കാം. ഹലോ മാഡം, ഹായ്, ഇരിക്കെ. എന്താ പരിപാടി? ഒരു പരിപാടിയുമില്ല, റൂമിൽ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിയതാ. ഓക്കെ, അല്ല, സാറെന്താ എവിടെ? സെയിം, നോ പരിപാടീസ്. റൂമിലുള്ളവരൊക്കെ ജോലിക്ക് പോയി. നമുക്ക് പിന്നെ ഈ 9 to 6 ജോബൊന്നും ഇല്ലല്ലോ. മിക്കപ്പോഴും നല്ല ബോറായിരിക്കും. അപ്പം ഇങ്ങനെയൊക്കെ. കമ്പനി വേണമെങ്കിൽ പറഞ്ഞാൽ മതി. പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ? പരിചയത്തിൽ ആരുമില്ല. ആ, ഞാൻ റെഡിയാ. ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ ഫ്രീയാ. എന്നാ സെറ്റ്. എന്തേലും കഴിച്ചായിരുന്നോ? ഇല്ല. വല്ല ഓർഡർ ചെയ്താലോ? ചെയ്യാലോ. മാഡത്തിന് എന്താ വേണ്ടേ? എനിക്ക് ഒരു അവൽ മിൽക്കും ആ, ചിക്കൻ ബർഗറും. നൈസ്. എന്നാൽ എനിക്ക് തന്നെ മതി. ഓക്കെ. ബ്രോ, പാതയിൽ പലവരു വന്നിടും മുഖമൊന്നുണ്ടാരാനോ അറിയാതിന്നലെ പഴയൊരു പാട്ടിലെ വരി പോലെ വന്നാരോ പല കാലം പോയിട്ടും അറിയാതെ മാനത്ത് മഴവില്ല മിന്നുന്നതേതോ നമുക്കിതൊന്ന് മാറ്റണ്ടേ? നൈസ് അല്ലടാ, നീ നോക്കുന്നു. ആ, എടാ നീ ഒന്ന് നോക്കൂ, ഞാൻ ഇപ്പോൾ വരാം. മനസ്സിലാവുന്നുണ്ട്. എന്താടാ? ഞാൻ ഫോൺ ചെല്ല് ചെല്ല്. കൊതിയാണേ ഒരാളിന്റെ ചങ്ങാതി വെയിലാകുവാൻ കൊതിയാണേ കൊതിയാണേ ഒരു മഴയുടെ തുണ വരുമൊരു കാറ്റാകുവാൻ മനസ്സിൻ പാതയിൽ പലവരു വന്നിടും മുഖമൊന്നുണ്ടാരാണോ അറിയാതിന്നലെ പഴയൊരു പാട്ടിലെ വരി പോലെ വന്നാരോ
ജൂൺ മാഡം എന്തേ എത്ര എണ്ണമായി എന്ത്? തേരെ നീ എന്താ പറയണ്ടെന്ന് പറഞ്ഞേ? അബ്രോഡ് പോകുന്ന കാര്യം വല്ലതും ആണോ? അതായിരിക്കും. അതൊന്നുമല്ല. പിന്നെ അത് എടാ. ഓ പറയടി. എനിക്ക് എടാ. ആ പറഞ്ഞോ നീ. I think I'm falling in love with you. And I mean it. നിനക്കും അതേപോലെ എന്നെ ഇഷ്ടമാണോ എന്ന് അറിയണം. That's it. എടാ നീ എന്താ ഒന്നും പറയാത്തെ? ഞാനിപ്പോൾ എന്താ പറയുക? എടാ ഇതങ്ങനെ പെട്ടെന്ന് എടുക്കേണ്ട ഒരു തീരുമാനമല്ല. കുറച്ചും കൂടെ ആലോചിച്ച് പയ്യെ എടുക്കേണ്ട തീരുമാനമല്ലേ? ഞാൻ നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെയാണ്. എടാ എനിക്ക് നിൻ്റെ പേഴ്സ്പെക്റ്റീവും ആ ഒരു വൈബും ഒക്കെ ഐ ലവ് ദാറ്റ്. ജൂൺ വിചാരിക്കുന്ന പോലെ അല്ല എൻ്റെ ലൈഫ്. ഞാനങ്ങനെ ഫിനാൻഷ്യലി ഒന്നും സ്റ്റേബിൾ അല്ല ഇപ്പോൾ. എടാ ഞാൻ നിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കണ്ടിട്ടോ നിൻ്റെ ഈ ഫീൽഡ് കണ്ടിട്ടോ ഒന്നുമല്ല ഇതൊന്ന് പറഞ്ഞു. ഞാൻ അങ്ങനല്ല പറഞ്ഞ. പിന്നെ സെയിം ഇപ്പം നമ്മൾ രണ്ടുപേരും ഫ്രീ ആണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനുള്ള സമയമുണ്ട്. ഓക്കെ നമ്മൾ സെറ്റാണ്, നീ ഓക്കെ, നീ അടിപൊളിയാണ്. പക്ഷെ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇങ്ങനെയൊന്നും ആയിരിക്കണമെന്നില്ല. നീ എന്താ പറഞ്ഞു വരുന്നേ? ജോണെ ഈ സിനിമ എന്ന പരിപാടിയാണ് എൻ്റെ ലൈഫ്. അത് നീയോ ഞാനോ വിചാരിക്കുന്നതിൽ അത്ര എളുപ്പമല്ല, സ്ട്രഗിളാണ്. അതിനിങ്ങനെ ഒരു കറക്റ്റ് സമയമൊന്നുമില്ല. ചിലപ്പോൾ ഞാൻ വിചാരിക്കുന്നതിനേക്കാൾ മുമ്പ് നടന്നേക്കാം, ചിലപ്പോൾ ഇനിയും ഡിലേ ആവാം. സോ അതിൻ്റെ ഇടയിൽ പാട്രിക്കേ, നിൻ്റെ ഈ സിനിമാക്കാരൊന്നും കല്യാണം കഴിക്കുന്നതും പ്രേമിക്കുന്നൊന്നുമില്ലേ? നീ എന്തിനാ ഇങ്ങനെ പേടിക്കണേ? പേടിയല്ല, ഞാൻ എൻ്റെ ഒരു സൈഡ് പറഞ്ഞു തന്നേ ഉള്ളൂ. എടാ നിനക്കെന്നെ ഇഷ്ടമാണോ? എനിക്കതറിഞ്ഞാൽ മതി. എടാ നിൻ്റെ ഒപ്പം ഏത് സിറ്റുവേഷനിലും കൂടെ നിൽക്കുന്നേ, ഒരു ഇൻസെക്യൂരിറ്റി അടിക്കാത്ത ഒരാൾ നിന്നെ വന്ന് പ്രപ്പോസ് ചെയ്യാം, നീ എന്ത് പറയും? കണ്ണും പൂട്ടി അവളം കെട്ടിക്കണം. നമുക്ക് നോക്കാം. ഇതിനാണോ ഇത്ര സമയം എടുത്തേ? സിനിമ കാണുമ്പോൾ കുറച്ച് ബിൽഡപ്പ് കൂടുതൽ. അത്ര നല്ല ഒന്നുമല്ല.